മുനമ്പം നിവാസികൾക്ക് ആശ്വാസം. മുനമ്പത്ത് താമസിക്കുന്നവരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാൻ സർക്കാരിന് ഹൈക്കോടതി അനുമതി നൽകി. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണം എന്നാണ് നിർദ്ദേശം. ഉത്തരവിനെ മുനമ്പം നിവാസികൾ സ്വാഗതം ചെയ്തു. അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് മുനമ്പത്തെ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ തടങ്കലിലായിരുന്നു. അതിനുള്ള കാരണം വഖഫ് ബോർഡ് ഒരു കത്ത് റവന്യൂ അധികാരികൾക്ക് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെ ഒരു പ്രൊവിഷൻ ഈ വഖഫ് ആക്ടിലേ ഇല്ല. വഖഫ് ആക്ടിലെ ഒരു വസ്തുവിനെ വഖഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സർവേ നടത്തണം, ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം, ആൾക്കാരൊക്കെ നോട്ടീസ് അയച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അതിനുശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കണം. സർക്കാർ അതിനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഒരു വസ്തു വഖഫാവൂ. പക്ഷേ വഖഫ് ബോർഡ് ഇതൊന്നും ചെയ്യാതെ ഒരു കത്ത് എഴുതി വില്ലേജ് ഓഫീസർമാർക്ക് അയച്ചു. ഒരു കോപ്പി തഹസീൽദാർക്ക് കൊടുത്തു. നിങ്ങളിനി മുനമ്പത്തെ ജനങ്ങളിൽ നിന്നും കരം സ്വീകരിക്കാൻ പാടില്ല. ഇത് സർക്കാർ അങ്ങനെ ഒരു തെറ്റായ ഈ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അത് 2 കൈ നീട്ടി സ്വീകരിച്ചതിന് ശേഷം ഈ ജനങ്ങളുടെ റവന്യൂ അവകാശം നിഷേധിച്ചു. വിലപ്പെട്ടൊരു വിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിയ വിധിയാണ്. ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇത് ഭൂസംരക്ഷണ സമിതിക്ക് കിട്ടിയേക്കുന്ന വിധിയല്ല. എൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ ജോസഫ്, കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ഒരു വക്കീലിനെ പുതുതായിട്ട്, കാരണം ഭൂസംരക്ഷണ സമിതിയുടെ പോക്ക് ശരിയല്ല, അതൊരു കോൺഗ്രസിന് അടിമപ്പെട്ട ഒരു സംഘടനയായി മാറിയപ്പോൾ ഞങ്ങളെല്ലാവരും ഭൂസംരക്ഷണ സമിതി മെമ്പർമാരാണ്. ഞങ്ങളെല്ലാവരും രാജ്യം, എസ്പെഷ്യലി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണും കൺവീനർ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്ന കാലം തുടങ്ങിയ ഞങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പിൻവാങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന പോലെ മുനമ്പത്ത് എന്നും ഒരു ദൈവത്തിന്റെ കയ്യൊപ്പാണ് നടന്നിരിക്കുന്നത്. അതുപോലെ ഒരു കയ്യൊപ്പാണ് ഞങ്ങൾക്കറിയാമായിരുന്നു. ഇന്ന് വീണ്ടും ഒരു ചതിയുടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം, അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണെന്ന് മറ്റുള്ള വക്കീലന്മാരും ഇവർ എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയണം റബ്ബർ തോട്ടം ഹാജരാകുമെന്ന് പറഞ്ഞാൽ ഒരു തോട്ടവും ഇന്ന് ഹാജരായിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ കൃഷ്ണനുണ്ണി സാറാണ് ഞങ്ങൾക്ക് ഇവിടെ ഹാജരായത്. ഞങ്ങൾക്ക് അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കുറച്ച് ആൾക്കാർ അങ്ങനെ എങ്ങനെയെങ്കിലും, ബാക്കി ഒരു കൂട്ടം ജനത ഒരു 4 വർഷമായിട്ട് കഷ്ടപ്പാട് ഞങ്ങൾ, പിന്നെ അതിലെല്ലാത്തിനുപരി ഞങ്ങൾക്ക് നന്ദിയുള്ളത് കാരണം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനോടാണ്, നരേന്ദ്രമോദി സർക്കാരിന് പുതിയൊരു നിയമം വന്നതിന്റെ ഒരൊറ്റ പിൻബലത്തിലാണ് ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടാക്കാനായിട്ടും ഇന്ന് സാധിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, കരം അടയ്ക്കാത്ത ഭൂമി എന്നതുകൊണ്ട് തന്നെ പല ക്രയവിക്രയങ്ങളും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബാങ്ക് ഇടപാടുകൾ പോലും നടക്കാത്ത പശ്ചാത്തലം. താൽക്കാലികമായെങ്കിലും ഇത് ആശ്വാസമല്ലേ മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം കഴിഞ്ഞ തവണ ഡിവിഷൻ ബെഞ്ച് ഇത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ റവന്യൂ അവകാശങ്ങൾ, മുനമ്പത്തുകാരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് മുനമ്പത്തുകാർക്ക് താൽക്കാലികമായാലും റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകണമെന്ന് തന്നെയാണ് കോടതി ഉത്തരവ്. മറ്റ് കേസുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ വഖഫിന്റെ ഉൾപ്പെടെയുള്ള ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ല എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്ന സാഹചര്യത്തിൽ തന്നെ മുനമ്പത്തെ ഭൂമിയുടെ അവകാശികൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകണം എന്നുള്ള ഒരു ആവശ്യം നൽകാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇത് മുനമ്പത്തെ ജനതയ്ക്ക് വലിയ ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് മുനമ്പത്തെ ഭൂമിയുടെ മേലുള്ള തർക്കം നിലനിൽക്കുകയാണ്. ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകാതെ, അതായത് കരമൊടുക്കാനുള്ള അവകാശങ്ങൾ പോലും അവർക്ക് സ്ഥാപിച്ചു നൽകാതെയുള്ള നീക്കത്തിൽ ഈ മുനമ്പം ജനത പ്രക്ഷോഭവും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടും 400 ദിവസങ്ങളിലധികം പിന്നിട്ടിരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കണക്കിലെടുക്കുമ്പോൾ 1950 സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് എഴുതി നൽകിയുള്ള ഡീഡ് അനുസരിച്ചിട്ട് അത് മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതല്ല, അല്ലെങ്കിൽ വഖഫ് ഭൂമി അല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഉത്തരവ് തന്നെയായിരുന്നു ഡിവിഷൻ ബെഞ്ചും കഴിഞ്ഞ തവണ സ്വീകരിച്ചത്. അതുമാത്രമല്ല, ഈ ഡീഡ് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് എന്ന് കോടതി എടുത്തു പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 1950 സിദ്ദിഖ് സേട്ട് എഴുതി നൽകിയിരിക്കുന്ന ഡീഡ് അനുസരിച്ചിട്ട് ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഉപയോഗിക്കേണ്ടത്. അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഫാറൂഖ് കോളേജിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് എൻ്റെ പിൻഗാമികളിലേക്കോ തിരിച്ചു വരുമെന്നായിരുന്നു സിദ്ദിഖ് സേട്ട് എഴുതി വെച്ചിരുന്നത്. അല്ലാതെ ആ ഭൂമി വഖഫിലേക്ക് ആയിരുന്നില്ല ആ ഡീഡ് പ്രകാരം. അതനുസരിച്ച് തന്നെയാണ് വഖഫ് എന്നൊരു വാക്ക് അതിലുള്ളത് കൊണ്ട് തന്നെയാണ് വഖഫ് ബോർഡ് ഇതിൽ അവകാശം ഉന്നയിക്കാൻ മുന്നോട്ട് പോയത് എന്നുള്ളതും. അതുമാത്രമല്ല, ഇത്തരം അവകാശങ്ങൾക്കെതിരെ, ഇത്തരം അവകാശ സ്ഥാപനങ്ങൾക്കും ലംഘനങ്ങൾക്കുമെതിരെ ഹൈക്കോടതി നിശ്ചിതമായി വഖഫ് ബോർഡിനെ വിമർശിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു.
ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ അവകാശങ്ങൾ വീണ്ടും പുനഃസ്ഥാപിച്ച് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് ഹർജികൾ കൂടി പരിഗണിച്ചത്. മുൻപം ഭൂസംരക്ഷണ സമിതിയുടെ അടക്കമുള്ള ഹർജികൾ ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. എങ്കിലും ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഹർജി കൂടി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മുൻപത്തെ ആളുകൾക്ക് റവന്യൂ അവകാശങ്ങൾ, അവരുടെ ഭൂമിയിലുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകണമെന്നുള്ളൊരു ഹർജി കൂടി കോടതിക്ക് മുൻപാകെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ്റെ ബെഞ്ച്, സിംഗിൾ ബെഞ്ചാണ് മുൻപത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഒഴിവാക്കണം, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കരമൊടുക്കാനുള്ള അവകാശങ്ങൾ മുൻപത്തുകാർക്ക് നൽകണം, കോടതിയിൽ മറ്റ് വ്യവഹാരങ്ങൾ അവിടെ ഇരിക്കട്ടെ, പക്ഷേ താൽക്കാലികമായി ഇതിൽ പരിഹാരമുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ അന്തിമ വിധി വരുന്നത് വരെ ഇവർക്ക് താൽക്കാലിക പരിഹാരം ഈ കേസിൽ ഉണ്ടാകണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. അഖിലേഷ്, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് മുനമ്പം നിവാസികൾക്ക് വലിയ ആശ്വാസം എന്ന് തന്നെ പറയാം.